നമസ്കാരം. ഇന്ന് കേരള ടു കാശ്മീർ റോഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ മുതൽ ഹൈദരാബാദ് വരെയാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് യാത്ര തുടങ്ങിയാണ്. ഇവിടെ നിന്ന് ഏകദേശം 500 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് ഹൈദരാബാദിലെ രണ്ടാമത്തെ ദിവസത്തെ ഡെസ്റ്റിനേഷനായ ഹൈദരാബാദിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ 500 കിലോമീറ്റർ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ എത്തുകയാണെങ്കിൽ രാമോജി ഫിലിം സിറ്റി കൂടി ഒന്ന് സന്ദർശിക്കണമെന്നുണ്ട്. വരൂ, പോവാം. വണ്ടി രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് നമ്മൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ കാഴ്ചകൾ. രാവിലെ തന്നെ NH44 പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിലൂടെയാണ് നമുക്ക് 530 കിലോമീറ്ററോളം റൈഡ് ചെയ്യാനുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങളുടെ അതിതീവ്രമായ ഹെഡ്ലൈറ്റ് കാരണം നമുക്ക് റോഡ് വിസിബിലിറ്റി കുറവാണ്. ഇന്ന് അതിരാവിലെ യാത്ര തുടങ്ങിയത് കാരണം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. മിക്കവാറും പകൽ സമയത്ത് മാത്രം റൈഡ് ചെയ്ത് പോകാനാണ് നമ്മുടെ തീരുമാനം. നേരം കുറച്ച് വെളുത്ത് വന്നപ്പോൾ നമ്മുടെ റൈഡിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കുകയാണ്. മനോഹരമായ മലകളുടെ കാഴ്ചകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ബാംഗ്ലൂർ മുതൽ ഹൈദരാബാദ് വരെയുള്ള NH44 ഹൈവേ ഏകദേശം വളരെ വിശാലമായി നേർരേഖയിലുള്ള ഒരു ഹൈവേ. വിശാലമായ നെൽപ്പാടങ്ങൾക്ക് ഇടയിലൂടെ പോകുന്ന ഒരു ഹൈവേ ആണ്. വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് ചുറ്റും കാണാൻ കഴിയുന്നത്. അംബിക ബാക്ക് സീറ്റിൽ വിശ്രമത്തിലാണ്. ദൂരെ മലനിരകളുടെ മനോഹരമായ കാഴ്ചകളാണ്. ഇത് കർണാടകയിലെ ബെല്ലാരിക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇതേ പ്രദേശം ഹൊസപ്പെട്ടിലെ ഹംപിയുമായി സാദൃശ്യമുള്ള ഇത്തരം ബോൾഡേഴ്സ്, പാറക്കല്ലുകളുടെ കൂട്ടങ്ങളാണ് ചുറ്റും കാണുന്നത്. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങൾ കാണാം. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് കാറ്റാടിപ്പാടങ്ങളുണ്ട്. കാറ്റിൻ്റെ ലഭ്യത വളരെ കൂടുതലാണ് എന്നതിന് തെളിവാണിത്. ആ മലകൾക്ക് മുകളിൽ ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ പറ്റും. കിയ ഫാക്ടറിയുടെ ഒരു ഇൻഫർമേഷൻ സൈൻ ബോർഡാണ് മുമ്പിൽ കാണുന്നത്. ഈ പോകുന്ന വഴിക്കാണ് കിയ കാർ ഫാക്ടറി ഉള്ളത്.
ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വിശാലമായ പ്രദേശത്താണ് ഈ കാർ ഫാക്ടറി ഉള്ളത്. ഇവിടെ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഈ ഹൈവേയിലൂടെ പലപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞു. NH44 ഇവിടെ 2 ലൈൻ ഹൈവേ ആണ്. ഇനി നോർത്തിലേക്ക് കടക്കുമ്പോൾ ഇത് പലപ്പോഴും 3 ലൈൻ ഹൈവേ ആയി മാറുന്നുണ്ട്. നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ട്രക്കുകളുടെ സഞ്ചാരം. ചുറ്റുപാട് മനോഹരമായ മലകളുടെ കാഴ്ചകളാണ്. ഇനിയും കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. നമ്മൾ ഈ യാത്രയിൽ പലപ്പോഴും കണ്ടത് റോഡരികിൽ വിളവെടുത്ത നെല്ല് ഉണക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ദേശീയപാതയുടെ ഒരു ഭാഗം നെല്ലുണക്കാൻ വേണ്ടി കർഷകർക്ക് വീതിച്ച് നൽകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലും വിശാലമായ നെൽപ്പാടങ്ങൾ ഈ യാത്രയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അവ ഇരുവശത്തും കടൽ പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ്. രാജേഷ് നല്ല കോൺഫിഡൻറ്റോടു കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആദ്യ ദിവസം രാജേഷിനും അമ്പിയക്കും ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ ദിവസം മുതൽ അവർ ആസ്വദിച്ചാണ് യാത്ര ചെയ്യുന്നത്. ആദ്യ ദിവസം ബാംഗ്ലൂരിൽ സുഖമായി താമസിക്കാനും നല്ലോണം ഉറങ്ങാനും പറ്റും. കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഉറക്കം. അത് അത്യന്താപേക്ഷിതമാണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിനിടയിൽ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ വണ്ടികൾ വളരെ കംഫർട്ടായ സീറ്റിംഗ്, കംഫർട്ടായ റോഡുകൾ നമ്മളെ ഉറക്കത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദീർഘദൂര യാത്ര പോകുന്നവർ നന്നായി ഉറങ്ങാൻ ആസ്വദിക്കണം. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഈ റോഡുകളിൽ നമുക്ക് കാര്യമായ പണിയൊന്നുമില്ല. വളവും തിരിയും ഒക്കെയുള്ള റോഡുകളാണെങ്കിൽ നമ്മളെപ്പോഴും അലേർട്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറക്കം വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇത്തരം ഹൈവേകളിൽ ദീർഘനേരം വണ്ടി ഓടിക്കുന്ന അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി ഉറങ്ങുക എന്നുള്ളത്. ദീർഘദൂര ഡ്രൈവിങ്ങിന് വേണ്ട കുറേ ടിപ്സുകൾ
ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. പരന്നു കിടക്കുന്ന ഭൂപ്രദേശമാണ്. പലപ്പോഴും ഇവിടെ ഫ്ലഡിങ് ബാധിക്കാറുണ്ട്. വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇവിടെയില്ല. വലിയ മഴക്കാലത്ത് മഴ കൂടുതൽ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. രാമോജി ഫിലിം സിറ്റിയിലെത്തിയിരിക്കുകയാണ്. സമയം 1:30 മണി ആകുകയുള്ളൂ. വളരെ നേരത്തെ തന്നെ നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഹൈദരാബാദിൽ 40 കിലോമീറ്റർ അകലെയാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രാമോജി ഫിലിം സിറ്റി ഒന്ന് ചുറ്റിക്കാണുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് ഇതിനകത്തേക്ക് കയറി വന്നത് ഇവിടെ. അതുകൊണ്ട് ഒന്നുകൂടി പുറത്തു പോയി ഭക്ഷണം കഴിച്ച് വന്ന് ഒന്നുകൂടി കറങ്ങാനാണ് പ്ലാൻ. ഇതിനകത്ത് ഇവിടെ നമ്മൾ ഭക്ഷണം അന്വേഷിച്ചെങ്കിലും ഇവിടെ സാൻഡ്വിച്ച് പോലുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഉച്ചഭക്ഷണം ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ നമ്മൾ ഈ രാമോജി ഫിലിം സിറ്റിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക്
അവിടെ ഹോട്ടൽ അന്വേഷിച്ച് പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ വരെയുള്ള 530 കിലോമീറ്റർ ഏകദേശം 7 മണിക്കൂർ കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റി. നേരത്തെ ഒരു പ്രാവശ്യം കാർ പാർക്ക് ചെയ്തതായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഭക്ഷണം കഴിക്കാൻ വണ്ടി വീണ്ടും എടുത്ത് പുറത്തു പോയതാണ്. ബാംഗ്ലൂർ മുതൽ ഹൈദരാബാദ് വരെയുള്ള റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. നാളെ, അതായത് 3-ാം ദിവസം, കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ 3-ാം ദിവസം നമ്മൾ ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ട് നാഗ്പൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ.